കടൽ വലിച്ചു വലിച്ച് തുറക്ക് അടക്കിയ രാവിലെ എന്താ വേണം കഥയുണ്ടാക്കലാക്കിയുണ്ട് തെന്മാടിയുടെ ഏതോ തെന്മാടി കഥയുണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും കടൽ വലിച്ച് തുറക്ക് അടക്കിയ പണ്ടത്തെ പോലെ കുറെ കടകടയിൽ തുറക്കും. കഥ വളച്ച് തുറക്കുന്ന കുറെ കഥ പെണ്ണുങ്ങൾ അവനവരുടെ മുറിയിൽ അകർന്നു വന്നത്. കഥയുണ്ടാക്കൽ ഏതോ തെന്മാടി കഴിവർ കഥയുണ്ടാക്കുന്നുണ്ടോ? ഏതോ തെന്മാടി കഴിവറി. ഏത് കഴിവറിയാണെന്നായി? ഏത് കഴിവറിയാണ് കഥയുണ്ടാക്കുന്നത്? തെന്മാടി കഴിവറി കഥയൊന്നും ഇങ്ങോട്ട് ഉണ്ടാക്കണ്ടായോ? ഏതങ്ങനെ ഏത് തെന്മാടി ആയത്? തെന്മാടിത്തരം ഉണ്ടെങ്കിൽ കയ്യിരിക്കട്ടെ. തെന്മാടിത്തര രത്നമാണിക്കടെ എന്തുവാ മക്കളെ മാനം വിറ്റിരുന്ന പല പെണ്ണുള്ള മാണം കെട്ട പട്ടി കഴിവറിഞ്ഞോട് രത്നമാണിക്ക് മക്കളെ മാനം വിറ്റിരുന്ന പല്ലപ്പട്ടി വല്യത്ത് പെണ്ണുങ്ങളെ കൂട്ടാണെന്ന് നിങ്ങളുടെ എഴുതണ്ട. വല്യത്ത് കൈകേറിയിടുന്നു. വല്യത്തെ മുതുരേശ്യകൾ എന്നാട്ട് വല്യത്ത് മുതുരേശ്യ മാണകെട്ട ദേശീയ പെണ്ണുപിള്ള എങ്ങാണ്ട് അവളെ അമ്മയാ ഇവിടെ അടുത്ത ജന്മത്തിലേക്ക് എന്താ ആസ്വദിക്കാൻ ഭഗവാനെ എന്ന പല റെക്കോർഡ് എടുക്കുന്ന ഇവിടെ ഏത് നരകക്കൂലിലേക്ക് ഇടുന്നുള്ളത് എനിക്കറിയേണ്ടത്. അത്ര തെന്മാടിയായത് ഇത് മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കി തിന്നുന്ന പഞ്ചത്തി കയറി എങ്ങനെ നാണം കേട്ട വേണ്ടി ഓർഗനൈസ് അപരാധിയുന്നുണ്ട്. മുതു അപരാധിച്ച പെണ്ണുപിള്ളേരുന്നുണ്ട്. മുതു അപരാധി നീ 87 വയസ്സിൽ പോയി അപരാധിച്ച് കഥയുണ്ടാക്കി തിന്നടി. നീ മക്കളെ കൊണ്ട് കഥയുണ്ടാക്കാതെ നീ 87 90 ഒക്കെ അപരാധിച്ച് നീ കഥയുണ്ടാക്കി തിന്നടി. നീ ദീപായപ്പണിക്കമ്മയെ കുറിച്ച് കഥയുണ്ടാക്കി തിന്നണ്ട. അപരാധിച്ച മുതു കഴിവേറിയുന്നുണ്ട്. നിന്റെ വല്യത്തെ പെണ്ണുങ്ങളെ നോക്കാതെ നിങ്ങളുടെ കണ്ടാക്കി വല്യത്തെ മുതു കഴിവേറിയ ബിജുപ്പേരിയുടെ അമ്മയുടെ കൈവേർത്തരവും നിങ്ങളുടെ കണ്ട ബിജുപ്പേരി അമ്മയുടെ കൈവേർത്തര അമ്മമാരും ഒരുപാട് ഇങ്ങനെ ഓർഗനൈസ് ഇങ്ങനെ ഇരിക്കുക കടലിങ്ങനെ വലിച്ചിറക്കി എന്ത് വന്ന രാവിലെ കടലിനൊക്കെ വലിയ കുഴപ്പ് കണക്കും കടവടയും കുഴപ്പം കുറെ കഥയുണ്ടാക്കൽ ആണുങ്ങളുടെ മുതു ലേക്ക് രക്തമാണിക്ക് ഒരു ശക്തി ചെല്ലുമ്പോൾ ദൈവം ഏത് രീതിയിലുള്ള എന്തുവാ നരകക്കുഴി വെച്ച് ഉണ്ടാക്കണമെന്നുള്ളതാ. ഒരു ശക്തി ചെല്ലുമ്പോൾ ദൈവം വേണ്ടി ഏത് രീതിയിലുള്ള നരകക്കുഴി ഉണ്ടാക്കുന്നതാണ് ഈ മുതുലേഖയ്ക്ക് വേണ്ടി. ഈ മുതുലേഖ വല്യത്ത് മുതുലേഖ അതുപോലത്തെ മുതുലേഖ കാണാൻ കിട്ടത്തില്ല. വല്യത്ത് മുതുലേഖ വല്യത്ത് വീട്ടിലെ മുതുലേഖ കണ്ട് കുറെ വേശ്യകളുണ്ട്. 6 വേശ്യ വല്യത്തെ മുതുലേഖകള് ഏതവനായാലും ചെറുകുട്ടി ആയിട്ട് ഞാൻ പറയും. കഥയുണ്ടാക്കുന്ന ഏതവനായാലും വിട ചെറുകുട്ടി അറിഞ്ഞ് ഞാൻ പറയും. ചെറുകുട്ടി അറിഞ്ഞ് പറയും. മഞ്ഞക്കൈകേറി കൊണ്ട് മഞ്ഞക്കൈകേറി മക്കളെ ഒന്നാമത്തെ കഥ പെണ്ണുങ്ങളെ കുറിച്ചും എന്റെ മുക്കുവിനെ കുറിച്ചും ഉണ്ടാക്കിയ തന്റെ പല്ല് അടിച്ചു പോയിട്ടു. പല്ല് അടുത്തത് നമുക്ക് മുന്നോട്ട് എടുക്കണ്ട. ഒരു മുതുകുടിയുടെ ഓണറുണ്ട്. ഇങ്ങനെ അറിയത്തില്ലായിരുന്നു മുതുകുടിയുടെ ഓണറിന്റെ ഇത്. ഈ മുതുകുടിയുടെ ഓണറിന്റെ തുട്ടയുള്ള മുതുകുടിയൻ ഓണറാണെന്ന് അറിയത്തില്ലായിരുന്നു. മുതുകുടിയൻ എങ്ങാണ്ട് വന്ന കൈവേറി എന്റെ ഇതിന്റെ ഫ്ലാറ്റ് എടുത്തതാ. എങ്ങാണ്ട് ഒരു മുതു കൈവേറിയുടെ മുതുകുടിയന് എങ്ങാണ്ട് വന്ന കൈവേറി ഗാരിയില്ലാതെ ഓണർ എങ്ങാണ്ട് പലത്തെറ്റി ഒന്നും തിന്നണ്ട. പിന്നെ നോക്കിയിരിക്കുക. മുട്ട തിന്ന ഉടനെ മൂക്കിനകത്തോട്ട് പുകയടിക്കുക. ഒന്നും തിന്നണ്ട മനുഷ്യന്. തിന്ന ഉടനെ പുകയടിക്കുക. അസുഖം വരും. തിന്ന ഉടനെ അറ്റാക്ക് വരുത്താനായിട്ട് ഉടനെ പുകയടി തുടങ്ങും മൂക്കിനകത്തോട്ട്. എന്താ പറയുന്നത്? പുകയാണ് ഇപ്പൊ പുകയത്. ആർക്കും തിന്നാനൊക്കെ തിന്നുമ്പോഴത്തേനും മൂക്കിനകത്തോട്ട് പുകയടിച്ച് കൊല്ലാൻ നോക്കുന്നോടാ. തെമ്മാടിയൊക്കെ തെമ്മാടിത്തരം